പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെ മട്ടന്നൂരിലേക്ക് പോയാൽ അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം അക്രമാസക്തമായിരിക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. പ്രതിഷേധത്തിന്റെ വലിയ സംഘർഷമുണ്ടായിരിക്കുന്നു. റോഡ് ഉപരോധം തടഞ്ഞ പോലീസ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. അതിന്റെ ദൃശ്യങ്ങളിലേക്ക്. വിശദാംശങ്ങൾ നൽകും സുനിൽ. മട്ടന്നൂരിൽ യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധ സമരം ഇപ്പോഴും തുടരുകയാണ്. റോഡിൽ കുത്തിയിരുന്നതിനെ പ്രതിഷേധിക്കുകയാണോ പ്രവർത്തകർ? പ്രതിഷേധക്കാരെ മുഴുവനായി തന്നെ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. യൂത്ത് ലീഗ് ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ ഇന്ന് സംസ്ഥാന വ്യാപകമായി റോഡ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് മട്ടന്നൂരിൽ നടന്ന റോഡ് ഉപരോധത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. റോഡിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ആദ്യം പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നത്. അതിനിടയിലാണ് ഒരു കുടുംബം സഞ്ചരിച്ച വാഹനം അതുവഴി കടന്നു പോവുകയും ആ വാഹനം പ്രതിഷേധക്കാർ തടയുകയും ചെയ്തത്. തുടർന്ന് പോലീസ് ഇവരെ ബലമായി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പിന്നീട് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് അത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മുഴുവൻ പ്രതിഷേധക്കാരെയും ഇപ്പോൾ അവിടെ നിന്ന് മട്ടന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഇത്തരത്തിൽ റോഡ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ കണ്ണൂരിലും റോഡ് ഉപരോധം നടത്തുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ മട്ടന്നൂരിലാണ് ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധക്കാരെ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് മാറ്റിയിട്ടുണ്ട്. ചെറിയ സംഘർഷം മട്ടന്നൂരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ളൊരു സമരപരിപാടിയാണ് യൂത്ത് ലീഗ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് മട്ടന്നൂരിൽ പൊതുവഴി, അതായത് റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ കടന്നതും അതിനെ ശക്തമായി നേരിടാൻ പോലീസ് എത്തിയതും. അങ്ങനെയാണ് ചെറിയ തോതിൽ സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സുനിൽ വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് BJP നടത്തിയ മാർച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു വശത്ത് കാണുന്നത്. ഒരേ സമയം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ, പ്രക്ഷോഭ സമര പരിപാടികൾ ശക്തമായി തുടരുക തന്നെയാണ്. ഇതിനിടയിൽ ഇന്ന് മരിച്ച ബിന്ദുവിൻ്റെ വീട് ആരോഗ്യമന്ത്രി സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ആ വീട്ടിലേക്കുള്ള വഴിയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ എന്നതും കൂടി കണ്ടറിയാം.